ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പം തൃശ്ശൂർ അത്താണി എന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഇപ്പം ഈ കാണുന്ന പിക്ചർ വടക്കാഞ്ചേരി എന്ന് പറയും. വടക്കാഞ്ചേരി ഓട്ടുപാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ആ ഭാഗം കുറച്ച് മലകളും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ദേ കാണുന്നത് ഒരു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അവിടെ ഊട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ദേ കാണുന്നതാണ് അയ്യപ്പൻ്റെ അമ്പലം എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് ഈ പാലക്കാട് പോകുമ്പോൾ കുതിരാൻ എന്ന് പറയുന്നൊരു ഭാഗത്ത് ഇതുപോലൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതുപോലത്തെ അതേ ഏകദേശം ആ ഒരു പ്രാധാന്യം തന്നെയാണ് ഈ ഒരു അകമലയിലുള്ള ഈ ഒരു ടെമ്പിളിലും ഉള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം അയ്യപ്പൻ്റെ ടെമ്പിൾ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിത് യാത്ര തുടർന്നു. അവിടെ കുറച്ച് സൈഡൊക്കെ ആയിട്ട് കുറേ ഫുട്പാത്തിലൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ സ്ഥലം വരുന്നത് ഷൊർണൂർ ഒറ്റപ്പാലം റോഡാണ്. അപ്പം ഈ കാണുന്നത് ഒറ്റപ്പാലം റോഡാണ്. അവിടുന്ന് കായാമ്പൂ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പുണ്ട്. ഓക്കെ, ആ പോകുന്ന ഹൈവേയിൽ തന്നെ കായാമ്പൂ എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് ഈ കാണുന്ന പൈനാപ്പിൾ പ്ലാന്റ് ഒക്കെ ഉണ്ട് കുറേ. അതുപോലെ ഈ റൈറ്റ് സൈഡാണെങ്കിൽ കുറേ റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. റബ്ബറിൻ്റെ കുറേ പ്ലാന്റ്സ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേ കാണുന്ന ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ല രസമായിട്ടുള്ളൊരു ജേണിയാണ്. അതായത് എത്ര ചൂടാണെങ്കിലും ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷെൽട്ടർ, അതായത് ഭയങ്കര തണലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ സ്ഥലം എത്തി. അങ്ങനെ ഞങ്ങളിത് തറപ്പണി കഴിഞ്ഞ് ഏകദേശം തറ കലക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തറ കലക്കിയതിന് ശേഷം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ചേട്ടനെയും അതുപോലെ ചേട്ടൻ്റെ വൈഫ്, കുട്ടികൾ അങ്ങനെ അവരെ അറിയിച്ചപ്പോൾ അവരും കൂടെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരും കൂടെ കാണാനായിട്ട് വരുന്നുണ്ട്. അവരും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അകലെയായിട്ടാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട്, എൻ്റെ സ്വന്തം വീട് പാലക്കാടാണ്. ഞാനിപ്പം താമസിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ എൻ്റെ ബ്രോ താമസിക്കുന്നത് പാലക്കാട് ചിറ്റൂരാണ്. അപ്പോൾ അവർ ചിറ്റൂരിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും. ഓക്കെ, അപ്പോൾ ദേ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ ദേ 3 കുട്ടികളാണ്, കുഞ്ഞുമക്കളാണ്. അപ്പോൾ അവരും വന്ന് സ്ഥലമൊക്കെ തറ കലക്കി ഇതൊക്കെ അങ്ങോട്ട് വ്യൂ ചെയ്യാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാവർക്കും അത് ഫീൽ ചെയ്തു. അങ്ങനെ ചേട്ടൻ വന്ന ഉടനെ തറ കുറച്ച് വെള്ളമൊക്കെ ആക്കി ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണല്ലോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മോട്ടർ ഓൺ ചെയ്ത് ആ തറയിലെ മണ്ണ് ഒന്നും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാൻവിയ കുട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയുടെ വീഡിയോ ഒന്നും എടുത്തോന്നുള്ളൂ. അങ്ങനെ ഇവിടെ നമ്മൾ ബോറടിക്കുന്ന സമയത്ത് ആദ്യം വെള്ളമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു നനവ് പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഒരു 4 ദിവസം വന്നതിന് ശേഷം നോക്കുമ്പോൾ അത്യാവശ്യമല്ല നല്ല രീതിയിൽ തന്നെ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 100 അടിക്ക് താഴെയായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. 400 സംതിങ് അടി അങ്ങോട്ട് നമ്മൾ താഴ്ത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 100 അടിക്ക് താഴെ വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്കത് ഒരു 4 ദിവസത്തിന് ശേഷം വന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതേ ആ വെള്ളമൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബോറടിക്കുന്ന സമയത്ത് ഇവിടുന്ന് വെള്ളം കാണാണ്ട് കരഞ്ഞിട്ടൊക്കെയാണ് പോയത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കുറുമ്പിയാണ് ഏറ്റവും ചെറുതത്, ഇവിടെ ഏറ്റവും അറ്റത്തായിട്ട് നിൽക്കുന്ന കുറുമ്പിയാണ്. അങ്ങനെ 3 പേരും അങ്ങനെ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 2 പേര് കറക്റ്റ് ട്വിൻസ് പോലെ തന്നെയാണ്. കുറുമ്പി കുറച്ചുകൂടെ ഒന്ന് ചെറുപ്പമാണ്. ഓക്കെ, ഇതിൽ സാൻവിയ എന്ന് പറയുന്ന മോള് 1ാം ക്ലാസ്സിലാണ്, സാൻഡ്രിയ 2ാം ക്ലാസ്സിൽ, കുറുമ്പി LKGയിലാണ് കേട്ടോ. അങ്ങനെയാണ് 3 പേര്. അങ്ങനെ ഏകദേശം തറനനയ്ക്കൽ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്ക് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഉത്രാളിക്കാവെന്ന് കേട്ടിട്ടുണ്ടോ? ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലം തന്നെയാണ്. പാടത്തിന് നടുവിലായിട്ട് ആ ടെമ്പിളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ടില്ല ഈ ഒരു അമ്പലത്തിലേക്ക്, പക്ഷെ ഭയങ്കര ഫേമസ് ആണ്. ഉത്രാളിക്കാവ് പൂരം എന്നൊക്കെ പറയുന്നത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.